നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിനെ വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല MLA സേനാപതി വീണു. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ VD സതീശൻ സർക്കാർ കൈക്കൊണ്ട പരിപാടി സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ. സർക്കാർ നേരിട്ട് നടത്തുന്ന രാജ്യത്തെ ഏക ഭാഗ്യക്കുറിയായ കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. മലയോരത്തിന്റെ ഗോതയിൽ നിന്നും അന്തർദേശീയ നേട്ടം ഇടിച്ചെടുത്ത നെടുങ്കണ്ടം കോമ്പയർ സ്വദേശി സുനിൽ കെ കൊഴുവേലി. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിനെ വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല MLA സേനാപതി വീണു. ചിന്നക്കനാലിൽ 1 ഇഞ്ച് ഭൂമി പോലും വനംവകുപ്പിനില്ല. ചിന്നക്കനാൽ പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയെ വനഭൂമിയാക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇതിൽ നിന്നും വനംവകുപ്പ് അധികൃതർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിന്നക്കനാൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അത് സമ്പൂർണ്ണമായി ആ ഭൂമി റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമിയിലെ പുൽമേടുകളിൽ കാട്ടാന ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അതല്ലാതെ അവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള വനഭൂമികൾ ചിന്നക്കനാലില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പല നോട്ടിഫിക്കേഷനുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഇപ്പോൾ വിപുലമായ രീതിയിൽ അവിടെ ആ പ്രദേശത്തെ വനഭൂമിയാക്കി മാറ്റാനുള്ളൊരു ശ്രമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അടിയന്തരമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ MLA എന്ന നിലയിൽ ഞാൻ ഈ കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചിന്നക്കനാൽ പ്രദേശം ഒരിക്കലും വനഭൂമിയല്ല, അത് ജനവാസ കേന്ദ്രമാണ്. പക്ഷേ അവിടെ വിശാലമായി കിടക്കുന്ന പുൽമേടുകളുണ്ട്. അത് HNL യൂക്കാലി പ്ലാന്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ആ യൂക്കാലി പ്ലാന്റേഷനാണ് ഈ കാട്ടാനകളുടെ സ്വാഭാവിക തീറ്റകൾ നഷ്ടപ്പെടാനും അത് കൃഷിയിടങ്ങളിലേക്ക് വ്യാപകമായിട്ട് ഇറങ്ങുന്നതിനും കാരണമായിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളെല്ലാം അടിയന്തരമായിട്ട് നിർത്തിവെക്കണം. ഈ കാര്യം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. കാരണം ചിന്നക്കനാൽ പഞ്ചായത്തിൽ 1 ഇഞ്ച് പോലും വനഭൂമി ഇല്ല എന്നുള്ളത് അത് 100% രേഖകൾ കൊണ്ട് വ്യക്തമായൊരു കാര്യമാണ്. ഇനി അവിടെ പുതിയ വനഭൂമി സൃഷ്ടിക്കാനുള്ള ഏത് നീക്കവും അത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് തിരുത്തലുകൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട ഇടപെടലുകൾ ഞങ്ങൾ ജില്ലയിലെ 5 MLAമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നറിയിക്കുകയാണ്. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ VD സതീശൻ സർക്കാർ കൈക്കൊണ്ട നടപടി സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ UDF സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ അറിയിച്ചു. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ VD സതീശൻ സർക്കാർ കൈക്കൊണ്ട നടപടികൾ സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ UDF സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു. ഭൂമി വിഷയങ്ങൾ മൊത്തത്തിൽ പരിഹരിക്കണം. നിർമ്മാണ നിരോധനം പരിഹരിക്കണം. പട്ടയം കിട്ടാത്ത ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് വരണം. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി റീസർവേ വരെ പൂർത്തിയാക്കിയ സ്ഥലങ്ങളിൽ പോലും പട്ടയം കൊടുക്കാനുള്ള നടപടികൾ നീക്കിയിട്ടില്ല. അത് പരിഹരിക്കണം. ഒപ്പം തോട്, പുഴ, ആറ്, പുറമ്പോക്കിൽ അല്ലെങ്കിൽ അതിന് സമീപം 10, 60, 65 വർഷമായി കെട്ടിടം ജില്ലയിൽ അനേകം പേർക്ക് പട്ടയം കിട്ടാനുണ്ട്. കിട്ടിയ പട്ടയങ്ങളിൽ നിർമ്മാണ നിരോധനം, NOC, EFL, ESA, ദുരന്ത നിവാരണ നിയമം, ബഫർ സോൺ തുടങ്ങിയ നിരവധി നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മറ്റെല്ലാവിധ രേഖകളോടും കൂടി കൈവശം വെച്ച് ലൈസൻസ് എടുത്ത് നിയമപരമായി വ്യാപാരം ചെയ്തു വരുന്ന
സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റുന്നത് വ്യാപാരികളുടെ ഉപജീവന മാർഗം മാത്രമല്ല, അവിടെയുള്ള തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന മറ്റു വിഭാഗം ജനങ്ങളെയും സർക്കാരിന്റെ വരുമാനത്തെയും ബാധിക്കുന്നതാണ്. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന വാഗ്ദാനം പാലിക്കാൻ ഇടുക്കി ജില്ലയിലെ ജനപ്രതിനിധികൾ സർക്കാരിൽ ഇടപെടണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PM ബേബി, കാരുണ്യം ചെയർമാൻ ഡയസ് പുലൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സാന്റി മാത്യു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സർക്കാർ നേരിട്ട് നടത്തുന്ന രാജ്യത്തെ ഏക ഭാഗ്യക്കുറിയായ കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും ജോലി നൽകുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് പറഞ്ഞു. ഏറ്റവും വലിയ ഒരു ഈ ലോട്ടറി മേഖലയായ കേരളത്തിൽ ഇന്ന് ഈ വർഷം 30 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൽ 3 കോടി രൂപ ഏജന്റിനാണ് പോകുന്നത്. അതുപോലെ തന്നെ എത്ര പേർക്ക് 1 കോടി രൂപ? 1 കോടി വെച്ച് 20 പേർക്കും മറ്റ് പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്ന ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ഈ വർഷത്തെ ഓണം ബമ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഏതാണ്ട് 2 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ ഒരു വകുപ്പിൻ്റെയും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഭാവങ്ങളും തരുന്നു. ഈ വർഷത്തെ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഏജന്റായ KS ശിവരാമന് ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന ചീഫ് വിപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ആതിര ജോഷി അധ്യക്ഷത വഹിച്ചു. GST തുക 40% വർദ്ധിപ്പിച്ചിട്ടും ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാതെ സമാന തുക വർദ്ധിപ്പിച്ച സർക്കാർ നടപടി അഭിനന്ദനാർഹമാണെന്ന് ആതിര ജോഷി പറഞ്ഞു. ഇടുക്കി ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ ക്രിസ്റ്റി മൈക്കൽ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ പ്രിയ AS, ഗിരീഷ് കുമാർ G, KS ദേവകുമാർ, അനുഷൻ കുളമാവ്, B അജിത് കുമാർ, തങ്കച്ചൻ കാരക്കവയലിൽ, KK ഗോപാലകൃഷ്ണൻ, ജില്ലാ ക്ഷേമനിധി ഓഫീസർ ജോസഫ് സൈമൺ എന്നിവർ സംസാരിച്ചു. ഏജന്റുമാർ, വിൽപ്പനക്കാർ, ഭാഗ്യക്കുറി വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26 നടക്കും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ മാത്രമേ വിപണനത്തിനായി എത്തിക്കുന്നുള്ളൂ എന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ടിക്കറ്റുകൾ വാങ്ങി പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നും ലോട്ടറി വകുപ്പ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, തൊടുപുഴ. മലയോരത്തിന്റെ ഗോദയിൽ നിന്നും അന്തർദേശീയ നേട്ടം ഇടിച്ചെടുത്ത നെടുങ്കണ്ടം സ്വദേശി. മലേഷ്യയിൽ നടന്ന അന്തർദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് നെടുങ്കണ്ടം കോമയർ സ്വദേശി സുനിൽ K കൊഴുവേലി വെങ്കല മെഡൽ നേടി നാടിന് അഭിമാനമായത്. കായിക നേട്ടങ്ങൾക്കൊപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയനാണ് ഈ പരിശീലകൻ. മഗ്നി ഷിക്കാഗോ കരാട്ടെ ഡോ ഇന്റർനാഷണൽ വിഭാഗത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പരിശീലനം നടത്തുന്ന സുനിൽ നിലവിൽ 3rd ഡാൻ ബ്ലാക്ക് ബെൽറ്റുകാരനാണ്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും അംഗീകാരമായാണ് ഈ അന്തർദേശീയ നേട്ടം നേടുന്നതെന്ന് സുനിൽ പറയുന്നു. കഴിഞ്ഞ മാസം ഇന്തോനേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഏതാണ്ട് 17 രാജ്യങ്ങളിൽ നിന്നുള്ള 2500ഓളം അംഗങ്ങൾ പങ്കെടുത്ത ആ മത്സരത്തിൽ ഞാൻ പോവുകയും മത്സരിക്കുകയും വെറ്ററൻ കാറ്റഗറിയിൽ 35+ ഏജ് 90 കിലോ വിഭാഗത്തിൽ എനിക്ക് 3ാം സ്ഥാനം വെങ്കല മെഡൽ കരസ്ഥമാക്കാനും സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഒത്തിരി നാളത്തെ എൻ്റെ കഷ്ടപ്പാടാണ്. അതിനുവേണ്ടി എന്നെ സഹായിച്ച ON രാജ് മാസ്റ്റർ, സുദേവ് മാസ്റ്റർ, അനൂപ് മാസ്റ്റർ, പിന്നെ ഒത്തിരി ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. മത്സരവേദിയിലെ വിജയികൾക്കപ്പുറം സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സുനിലിനെ വേറിട്ട് നിർത്തുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 300-ലധികം കുട്ടികൾക്കാണ് ഇദ്ദേഹം കരാട്ടെ പരിശീലനം നൽകുന്നത്. ബ്യൂട്ടീഷ്യൻ കൂടിയായ സുനിൽ നെടുങ്കണ്ടത്ത് മെട്രോ ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം നടത്തുന്നതിനൊപ്പം കരാട്ടെ പരിശീലനവും തുടരുകയാണ്. യുവാക്കളെയും കുട്ടികളെയും ലഹരിയുടെ കരാള പിടുത്തത്തിൽ നിന്ന് അകറ്റി അച്ചടക്കവും ആത്മവിശ്വാസവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ.
സമൂഹത്തിൽ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള പല ദുശീലങ്ങളും യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ ഉൾപ്പെടെ, പെൺകുട്ടികളെ ഉൾപ്പെടെ കരാട്ടെ പരിശീലനം, നമുക്ക് കരാട്ടെ എന്ന് മാത്രമല്ല, കുംഫു ആണെങ്കിലും ജൂഡോ ആണെങ്കിലും എന്തെങ്കിലും കായികപരമായിട്ടുള്ള അഭ്യാസങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം പെൺകുട്ടികൾക്കെതിരെയുള്ള ആക്രമണവും കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് നേർവഴി, അതായത് ആരോഗ്യമുള്ള ഒരു നല്ല യുവതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി കായികപരമായിട്ടുള്ള ഒരു കായിക വിദ്യാഭ്യാസം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്തർദേശീയ വേദിയിൽ നേടിയ ഈ വെങ്കല മെഡൽ സുനിൽ കെ കൊഴുവേലിയുടെ വ്യക്തിത്വ നേട്ടം മാത്രമല്ല, മലയോരത്തിന്റെ കായിക മേഖലയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരം കൂടിയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. VS അനുസ്മരണം നടത്തി. മുൻ മുഖ്യമന്ത്രിയും CPM സ്ഥാപക നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികവും അനുസ്മരണവും പുഷ്പാർച്ചനയും ഉപ്പുതറയിൽ നടത്തി. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ അനുസ്മരണവും പുഷ്പാർച്ചനയും പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ നിർവഹിച്ചു. തൊഴിലാളി വർഗത്തിന്റെ പ്രിയങ്കരനായിരുന്ന VSന്റെ നിര്യാണം കേരളത്തിന്റെ തീരാനഷ്ടമാണെന്ന് ലോക്കൽ സെക്രട്ടറി K കലേഷ് കുമാർ അനുസ്മരിച്ചു. ക്രിസ്റ്റി CD, ബിന്ദു സജീവ്, വിനു തോമസ്, PK സലീം എന്നിവർ പ്രസംഗിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ശുചിത്വ മുന്നേറ്റ പദ്ധതി ക്ലീൻ അടിമാലി നടപ്പാക്കുന്നതിന് മുന്നോടിയായി പദ്ധതി പങ്കാളിത്ത യോഗം ചേർന്നു. ഓർക്കല ഇന്ത്യ ഗ്രൂപ്പിന്റെ CSR ഫണ്ട് 3 കോടി രൂപ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടിമാലിയിലെ മലിനജല ശുദ്ധീകരണത്തിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയും ഓർക്കല ഇന്ത്യ ഗ്രൂപ്പ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ശുചിത്വ മുന്നേറ്റ പദ്ധതി ക്ലീൻ അടിമാലി നടപ്പാക്കുന്നതിന് മുന്നോടിയായി പദ്ധതി പങ്കാളിത്ത യോഗം ചേർന്നു. ഓർക്കല ഇന്ത്യ ഗ്രൂപ്പിന്റെ CSR ഫണ്ട് 3 കോടി രൂപ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടിമാലിയിലെ മലിനജല ശുചീകരണത്തിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയും ഓർക്കല ഇന്ത്യ ഗ്രൂപ്പ് പഞ്ചായത്തിൽ നടപ്പാക്കുന്നുണ്ട്. അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റേൺ ഓർക്കല ഗ്രൂപ്പ് ഒരു 3 കോടി രൂപ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക. നമുക്ക് അവർക്കൊരു കയ്യടി കൊടുത്ത് അടിമാലിക്ക് വേണ്ടി. സാമൂഹ്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. 3 വർഷം കൊണ്ട് 3 ഘട്ടങ്ങളിലായി 3 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യം. ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹ പങ്കാളിത്തം, തൊഴിലാളി ക്ഷേമം, സുസ്ഥിര വികസനം, ടൗൺ സൗന്ദര്യവൽക്കരണം എന്നിവയെ ഒരുമിപ്പിച്ച് 3 വർഷം കൊണ്ട് നടപ്പാക്കുന്ന സമഗ്രമായ ബൃഹത് പദ്ധതിയായിട്ടാണ് ക്ലീൻ അടിമാലി വിഭാവനം ചെയ്തിട്ടുള്ളത്. ശാസ്ത്രീയവും കാര്യക്ഷമവുമായ മാലിന്യ സംസ്കരണം, ഹരിതകർമ്മസേനയുടെ തൊഴിൽ സാഹചര്യവും വരുമാനവും മെച്ചപ്പെടുത്തുക, വീടുകളിലും സ്ഥാപനങ്ങളിലും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ശുചിത്വ സംവിധാനം മെച്ചപ്പെടുത്തുക, മാലിന്യ നിർമ്മാണം കുറയ്ക്കുന്നതിനും പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബോധവൽക്കരണം നൽകുക, അടിമാലിയിലെ മാതൃകാ ശുചിത്വ പഞ്ചായത്തായി ഉയർത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സർവർ റൂറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ ഹെഡ് സുമസിൽ പദ്ധതി വിശദീകരണം നടത്തി. 10,000 വീടുകളാണ് നമ്മൾ കണക്ക് പ്രകാരം ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 40,000 അടിമാലിയുടെ ജനസംഖ്യ. സാർ നേരത്തെ പറഞ്ഞ പോലെ 237 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ വ്യാപകമായി കിടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണിത്. 1300ഓളം വാണിജ്യ സ്ഥാപനങ്ങൾ, 59 മാലിന്യ ശേഖരണ ക്ലീനിംഗ് തൊഴിലാളികൾ. ഏകദേശം ഇവിടെ നമ്മുടെ ഒരു പ്രാഥമിക കണക്ക് പ്രകാരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈഹാനത്ത് ഷുക്കൂർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ TK ഷാജി, മനീഷ് നാരായണൻ, ബേബി ജോസഫ് അഞ്ചേരി, ലതാ സലി, മഞ്ജു ബിജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി R നന്ദകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണൻ പിള്ള, S ശില്പ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായികൾ, സ്കൂൾ പ്രിൻസിപ്പൽമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പദ്ധതി പങ്കാളിത്ത യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ്
മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വനിതാ ശാക്തീകരണ പദ്ധതി ബോധവൽക്കരണ സെമിനാർ നടത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വനിതകൾക്ക് നൽകുന്ന പലിശരഹിത വായ്പയുടെ മുന്നോടിയായാണ് സെമിനാർ നടത്തിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സെമിനാർ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വനിതകൾക്ക് നൽകുന്ന പലിശരഹിത വായ്പയുടെ മുന്നോടിയായാണ് സെമിനാർ നടത്തിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സെമിനാർ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വനിതാ വികസന കോർപ്പറേഷന് ലോൺ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ എടുക്കുന്നത് എങ്ങനെയെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും കൃത്യമായി ഒരു അവബോധം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ലോൺ വിതരണം നടത്തിയത്. നിങ്ങൾക്ക് ഇന്ന് സാറ് ഇതെങ്ങനെ നമ്മൾ വിനിയോഗിക്കണം, എങ്ങനെ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങി ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളെല്ലാം കൃത്യമായി സാർ തരും. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു സജീവ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ സിജു തങ്കപ്പൻ, മാനേജ്മെന്റ് ട്രെയിനി അമൽ മോഹൻ, കമ്മ്യൂണിറ്റി കൗൺസിൽ സുഗന്ധി എന്നിവർ ക്ലാസുകൾ നയിച്ചു. പട്ടികജാതി പട്ടികവർഗ വനിതകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സമ്പാദ്യശീലമുണ്ടാക്കുക, ജീവിതോപാധി വർദ്ധിപ്പിക്കുക, CDS ഉന്നമനം വർദ്ധിപ്പിക്കുക എന്നതാണ് പലിശരഹിത വായ്പ നൽകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18 മുതൽ 60 വരെ പ്രായമുള്ളവർക്ക് 1 ലക്ഷം രൂപ മുതൽ 1,30,000 രൂപ വരെയാണ് വായ്പ നൽകുക. 3 മുതൽ 4 വർഷമാണ് തിരിച്ചടവ്. CDS വൈസ് ചെയർപേഴ്സൺ സരസ്വതി കോൺസൺ, CDS അംഗങ്ങളായ ജബക്കനി, സുമതി രാജു, രജനി പത്മനാഭൻ, ഉഷാദേവി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ.
ദേവികുളം MLA F. രാജയുടെ നന്ദി പര്യടന യാത്ര വൈസന്മാലി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നടന്നു. ഇന്നലെ രാവിലെ പൊട്ടൻകാട്ടിൽ നിന്നും ആരംഭിച്ച പര്യടനം UDF ദേവികുളം നിയോജക മണ്ഡലം കൺവീനർ ശശി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സ്വീകരണം നൽകി. 20 ഏക്കറിൽ സമാപന സമ്മേളനം നടന്നു. വോട്ടർമാരെ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി ദേവികുളം MLA F. രാജ വൈസന്മാലി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നന്ദി പര്യടന യാത്ര നടത്തി. ഇന്നലെ രാവിലെ പൊട്ടൻകാട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര UDF നിയോജക മണ്ഡലം കൺവീനർ OR ശശി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സ്വീകരണം നൽകുകയും വോട്ടർമാരെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുകയും ചെയ്തു. നന്ദി പര്യടന യാത്രയുടെ സമാപന സമ്മേളനം 20 ഏക്കറിൽ നടന്നു. ജില്ലാ ചെയർമാൻ VJ ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ MLA F. രാജ മറുപടി പ്രസംഗം നടത്തി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഫ്രീ ആയിട്ട് നമ്മുടെ കേരളം മൊത്തത്തിൽ സംസ്ഥാനം മൊത്തത്തിൽ യാത്ര ചെയ്യാം. അത് മാത്രമല്ല തമിഴ്നാട്ടിലും പോകാം. ഈ സ്കീം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സർ. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തുഫാന് പിന്തുണ പ്രഖ്യാപിച്ച 20 ഏക്കറിൽ റാലി സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജു ജേക്കബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MM ബേബി, ഷാബു KM, രതീഷ് TM, ബേബി ചെറുപുഷ്പം, സുധർലാൽ, അലോഷി തിരുതാളി, മോഹനൻ കൊട്ടാരത്തിൽ, ഷാലറ്റ് ഫ്രാൻസിസ്, ഗുണശേഖരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ലയൺസ് ക്ലബ്ബ് ഓഫ് തങ്കമണിയുടെ ലയണിസ്റ്റിക് ഇയർ ആഘോഷിച്ചു. കാൽവരി മൗണ്ട് മേഘമല റിസോർട്ടിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് മംഗലി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ വോളണ്ടറി ഓർഗനൈസേഷനായ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ഭാഗമായ ലയൺസ് ക്ലബ്ബ് ഓഫ് തങ്കമണിയുടെ 2026-27 ലയണിസ്റ്റിക് ഇയർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനുമാണ് നടന്നത്. കാൽവരി മണ്ഡ മേഖലാ റിസോർട്ടിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ചാർട്ടർ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോൺ അധ്യക്ഷത വഹിച്ചു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് മംഗലി ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് മികവ് നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ കുട്ടികളെ പരിപാടിയിൽ ആദരിച്ചു. ഡിസ്ട്രിക്ട് RC ZC കോർഡിനേറ്റർ ജോർജ് തോമസ്, ഹൈറേഞ്ച് റീജിയൻ കോർഡിനേറ്റർ ജോസ് പുതുമന, റീജിയൻ ചെയർമാൻ അമൽ മാത്യു, സോൺ ചെയർമാൻ ജെബിൻ ജോസ്, മുൻ RC സോൺ ചെയർമാൻ, മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള PhDകളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. തദ്ദേശ ഭരണകൂടങ്ങൾക്ക് മികച്ച പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ അണക്കര കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ട് വിഹിതത്തിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തുവാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കിന് കാരണമായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടിട്ടുള്ള യാതൊരുവിധ തടസ്സങ്ങളും UDF സർക്കാർ അധികാരത്തിലുള്ളതിനാൽ ഇനി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കും. തദ്ദേശ ഭരണകൂടങ്ങൾ നേരിടുന്ന ഭരണപരമായ പ്രതിസന്ധികൾ പൂർണ്ണമായും പരിഹരിച്ച സുതാര്യമായ പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തേക്കടി ബാബുഗ്രോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ MLA-മാരായ റോയ് കെ പൗലോസ്, സേനാപതി വേണു, സിറിയക് തോമസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസോസിയേഷൻ നേതാക്കളായ ശാന്തി ഹരിദാസ, തോമസ് കക്കുഴി, സാജു ജോസഫ്, ജോർജ് തോമസ് എന്നിവരും പ്രസംഗിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്.
സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിനെ വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല MLA സേനാപതി വീണു. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ VD സതീശൻ സർക്കാർ കൈക്കൊണ്ട പരിപാടി സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ. സർക്കാർ നേരിട്ട് നടത്തുന്ന രാജ്യത്തെ ഏക ഭാഗ്യക്കുറിയായ കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. മലയോരത്തിന്റെ ഗോതയിൽ നിന്നും അന്തർദേശീയ നേട്ടം ഇടിച്ചെടുത്ത നെടുങ്കണ്ടം കോമ്പയർ സ്വദേശി സുനിൽ കെ കൊഴുവേലി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.